ഓക്കെ, യെസ്. നമ്മള് കഴിഞ്ഞ 9 ദിവസം ചുരുങ്ങിയ ദിവസം ചെയ്തിട്ടുള്ളൂ, 45 മിനിറ്റ് ചെയ്തിട്ടുള്ളൂ എന്നറിയാം. എങ്കിൽ പോലും ഈ 9 ദിവസം നമ്മൾ ഫേസ് യോഗ ചെയ്തപ്പോൾ നിങ്ങൾക്കുണ്ടായ വ്യത്യാസങ്ങൾ, അനുഭവങ്ങൾ, അഭിപ്രായങ്ങൾ പറയാനാണ് നിങ്ങൾ ഈ സെഷനെ വിളിച്ചത്. അപ്പോൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും അഭിപ്രായങ്ങൾ, എന്തെങ്കിലും ചേഞ്ചസ്, എന്തെങ്കിലും മാറ്റങ്ങൾ, എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ, അല്ലെങ്കിൽ ഒരു വ്യത്യാസം ഉണ്ടായിട്ടില്ല, എന്താണെങ്കിലും അത് കൃത്യമായിട്ട് നിങ്ങൾ പറയണം. ഓക്കെ, നിങ്ങളുടെ ചുരുങ്ങിയ വാക്കുകൾ പറഞ്ഞാൽ മതി. നിങ്ങൾക്ക് പറയാനുള്ള എന്താണെങ്കിലും നിങ്ങൾക്ക് പറയാം. ഓക്കെ, യെസ്. ജാസ്മിൻ ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ, പറയൂ. നിങ്ങൾ തന്നെ പറയൂ, കുഴപ്പമില്ല, അൺമ്യൂട്ട് ചെയ്യൂ. ഓക്കെ, യെസ്. എന്തോ പറയുന്നു മനസ്സിലാവുന്നില്ല, അറിയില്ല. അനു, പനിയാന്നറിയെങ്കിൽ പറയൂ, അൺമ്യൂട്ട് ചെയ്യൂ. അൺമ്യൂട്ട്, സോറി, അൺമ്യൂട്ടിങ്ങിലെ ഓപ്ഷൻ തന്നിട്ടില്ല, എപ്പോൾ ചെയ്യാം. യെസ്, അൺമ്യൂട്ട് ചെയ്യും. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ് ഓൾ. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ആദ്യം തന്നെ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം എന്ന് പറയുന്നത് സാറിന്റെ ഡെഡിക്കേഷൻ, അതുപോലെ സാറിന്റെ മോട്ടിവേഷൻ, അതുപോലെ സപ്പോർട്ടിങ്, പിന്നെ ഓരോ ഇപ്പൊ യോഗ ക്ലാസ് ആണെങ്കിലും അല്ലാതെ സാറ് കൊണ്ടുപോകുന്ന ഓരോ ക്ലാസ്സുകളും നമ്മൾ അത്രത്തോളം സപ്പോർട്ട് ചെയ്തിട്ടും നമുക്ക് ഓരോ ദിവസവും നമ്മളെ ഫീഡ്ബാക്ക് സാറ് നമ്മളോട് ചോദിക്കും. അതിനനുസരിച്ച് അതിൽ മാറ്റങ്ങൾ വരുത്തിയിട്ടും ഒക്കെയാണ്, ഒരു കസ്റ്റമൈസ് ചെയ്തിട്ടാണ് എപ്പോഴും സാറിന്റെ ഓരോ ക്ലാസ്സും മുന്നോട്ട് പോണത്. അപ്പൊ അതിൽ ഒരുപാട് സന്തോഷം. ഒരുപാട് ആളുകൾക്ക് മാറ്റങ്ങൾ വരുന്നുണ്ടെന്ന് അറിയുമ്പോൾ ഒരുപാട് സന്തോഷം. പിന്നെ നമ്മുടെ ഈ 9 ദിവസത്തെ യോഗ ക്ലാസ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഈ ഫേസ് യോഗയെ കുറിച്ച് പറഞ്ഞാല് ഒരു 9 ദിവസത്തെ ക്ലാസ്സേ വന്നിട്ടുള്ളെങ്കിൽ പോലും ആ ഒരു 9 ദിവസം കൊണ്ട് തന്നെ നമുക്ക് ഓരോരുത്തർക്കും മനസ്സിലായിട്ടുണ്ടാവും ഫേസ് യോഗ ചെയ്താലുള്ള ഒരു ഗുണങ്ങൾ എന്തൊക്കെയാന്ന്. പേഴ്സണലി എന്നെ സംബന്ധിച്ച് പറഞ്ഞാല് ഈ 1ാമത്തെ ദിവസം മുതൽ 9 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ഫേസിൽ എനിക്ക് ആ ഒരു ചേഞ്ച് അറിയാൻ പറ്റുന്നുണ്ട്. ഒരു 21 ദിവസം കണ്ടിന്യൂസ് പോകാൻ പറ്റിയിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന് ആഗ്രഹിക്കുകയാണ്. കാരണം അത്രയും ഒരു എഫക്റ്റ് എനിക്ക് ഫീൽ ചെയ്യില്ലേ. തീർച്ചയായിട്ടും ഈ ക്ലാസ് നല്ലതായിരുന്നു, അതിന്റെ ഒരു മാറ്റം ഫീൽ ചെയ്യുന്നുണ്ട്. അതിൽ ഒരുപാട് സന്തോഷം. അനു പറഞ്ഞ പോലെ തന്നെ. താങ്ക് യു സർ. ഓക്കെ, നിങ്ങൾ എല്ലാവരും പല സ്ഥലങ്ങളാണ്, കേരളത്തിലെ പല ജില്ലകളിലാണ്, നിങ്ങൾ സൗദിയിലാണ്, അറിയാം. പക്ഷെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ നിങ്ങൾക്ക് നേരെ കാണാനും കേൾക്കാനും മനസ്സിലാവുന്ന രീതിയിലാണ് കൊണ്ടുപോയിരുന്നത്. അതെനിക്കും നിങ്ങൾക്കും അറിയാം. ഇപ്പോൾ അനു പറഞ്ഞ പോലെ തന്നെ 21 ദിവസത്തെ പ്രോഗ്രാം നിങ്ങളെപ്പോലുള്ള പലരും പറയുന്ന കാരണമാണ് അടുത്ത ആഴ്ച മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അത് നമ്മളിങ്ങനെ ഓരോ മന്ത്രി ഇടപെട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇങ്ങനെ. അപ്പോൾ സാധാരണ ഫേസ് യോഗം മാത്രമല്ല, അതിൽ ഒരുപാട് അസുഖങ്ങൾ, നമ്മൾ കഴുത്തിന് മുകളിലുള്ള അസുഖങ്ങൾ മാറ്റി പിടിക്കാനുള്ള ഒരു കാര്യം തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു. ഇനി വിജയലക്ഷ്മി ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ, പറയൂ, നിങ്ങളുടെ അഭിപ്രായം പറഞ്ഞോളൂ. ഞാൻ ആദ്യമായിട്ട് ഒരു യോഗ ക്ലാസ്സിൽ പങ്കെടുക്കുന്നത് തന്നെ. അതിൽ പങ്കെടുത്തതിന് സാറ് നല്ല നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു തന്നുകൊണ്ട് എനിക്കത് ചെയ്യാനും നല്ല രീതിയിൽ ചെയ്യുന്നതിനും ഒക്കെ പറ്റി. പ്രാണായാമം ചെയ്യുന്നതിന് എനിക്ക് ഒത്തിരി സംശയങ്ങളുണ്ടായിരുന്നു. അത് സാറ് ചെയ്ത് കാണിച്ചപ്പോ അത്രയും സിമ്പിളായിട്ട്. നേരത്തെ ഞാൻ ചെയ്യും, പക്ഷെ എനിക്ക് ഇച്ചിരി ഒരു 2 സെക്കൻഡ് ചെയ്യുമ്പോൾ എനിക്ക് ശ്വാസം മുട്ടുന്ന പോലെയൊക്കെ വരും. അത് ഞാൻ ചെയ്യാറേ ഇല്ല. ഇപ്പൊ പിന്നെ സാറ് ചെയ്യും. അതായത് പ്രാണായാമം നമ്മൾ കുറച്ചേ ചെയ്തിട്ടുള്ളൂ, അത് നമ്മൾ വീണ്ടും അടുത്ത് പിന്നെ ചെയ്യും. പ്രാണായാമ സെഷൻ തന്നെ വേറെ വരുന്നുണ്ട്. ഇപ്പൊ നമ്മൾ ജസ്റ്റ് ഒരു ഈ ഫേസ് യോഗയുടെ കൂടെ ഒരൊറ്റ പ്രാണായാമം ചെയ്തു, 2-3 സ്പിറ്റായി ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. തുടർന്നോളൂ, പറയൂ. അപ്പൊ ഞാൻ പ്രാണായാമം നേരത്തെ ചെയ്തുകൊണ്ടിരുന്നപ്പോ എനിക്ക് തോന്നുന്നു സാറ് പറയുന്ന പോലെ എവിടെന്നാ ശ്വാസം അകത്തോട്ട് കയറുന്ന എന്തും എനിക്ക് സംശയങ്ങളായിരുന്നു. ഇപ്പൊ അത് ക്ലിയർ ആയി. ഇപ്പൊ ഒരു നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഫേസ് യോഗ ചെയ്തോ? രണ്ടാമേക്കും ഫേസ് യോഗം ചെയ്തതിന്റെ വ്യത്യാസം? അതെല്ലാം ചെയ്യുമ്പോൾ എനിക്ക് ഒത്തിരി വ്യത്യാസങ്ങളുണ്ട്. എനിക്ക് ഇയർ ബാലൻസിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു. ഇപ്പൊ എനിക്ക് മേപ്പോട്ട് നോക്കാനൊക്കെ, അല്ലെങ്കിൽ ഇടത്ത് എന്തെങ്കിലും ഇങ്ങനെ റോഡിലോട്ട് ഇറങ്ങുമ്പോൾ പുറമോട്ട് തിരിഞ്ഞാൽ തല ഇറങ്ങും. അതൊക്കെ ഇച്ചിരി മാറി. വ്യത്യാസങ്ങളുണ്ട്, ഒത്തിരി വ്യത്യാസമുണ്ട്. തീർച്ചയായിട്ടും. നല്ല മാറ്റങ്ങളാണ്.
നല്ല റിലാക്സേഷൻ ഉണ്ട്. ഓക്കെ, വേറെ എന്തെങ്കിലും? കിടന്ന ഉടനെ ഉറക്കം വരും. ഓക്കെ, ശരിയാണ്, ഉറക്കം പെട്ടെന്ന് ശരിയാണ് അത്. ഓക്കെ, റൈറ്റ്. പെട്ടെന്ന് വരും. ഓക്കെ, താങ്ക് യു. ഇനി സുധാ. നല്ല ക്ലാസ്സായിരുന്നു. ഇനി 21 ദിവസത്തേന് കണ്ടിന്യൂ ചെയ്യണമെന്നുണ്ട്. അടുത്ത ആഴ്ച മുതൽ, തിങ്കളാഴ്ച മുതൽ 21 ദിവസം ഞാൻ അത് കഴിഞ്ഞ് ഞാൻ ഗ്രൂപ്പ് പറയുന്നുണ്ട്. ഓക്കെ, ഓക്കെ, താങ്ക് യു. സുധാ ടീച്ചർ പറയൂ. ഹലോ സർ, പറയൂ. ഞാനും ഈ ഫേസ് യോഗ പ്രാണായാമ സെഷന് ജോയിൻ ചെയ്തു. എനിക്ക് ഇവനെ സാറിനെ ആദ്യമേ അറിയാം. വളരെ സിസ്റ്റമാറ്റിക് ആയിരിക്കും, വളരെ ഡെഡിക്കേഷൻ ഉണ്ടായിരിക്കും, വളരെ നല്ല രീതിയിൽ കസ്റ്റമൈസ് ചെയ്ത് കൊണ്ടുവന്ന ക്ലാസ് ആണ് സാറിന്റെ. അതുകൊണ്ട് നല്ലോണം ഇഷ്ടപ്പെട്ടു. മാത്രല്ല തലവേദന ഉണ്ടായിരുന്നു, അത് കുറെ മാറി ഇപ്പോ. മറ്റത് എന്റെ വിചാരം വെറും ഫേസ് യോഗ എന്ന് പറഞ്ഞാൽ ബ്യൂട്ടി പരം മാത്രല്ല, ആരോഗ്യപരം കൂടിയാണ് എന്ന് മനസ്സിലായി. പിന്നെ പ്രാണായാമം ചെയ്തതിനും വളരെ വ്യത്യാസം വന്നു. വളരെ നന്നായിരുന്നു. പ്രാണായാമ സെഷനും വളരെ നന്നായിരുന്നു. നല്ല ഗുണമുണ്ട്. ഇതേപോലെ കുറച്ചു ദിവസം തുടർച്ചയായി ചെയ്താൽ വളരെ മാറ്റം ഉണ്ടാവും. എനിക്ക് ദൗർഭാഗ്യവശാൽ ഒരു 3 ദിവസം പങ്കെടുക്കാൻ പറ്റിയില്ല. എനിക്ക് തോന്നുന്നു 3-4 ദിവസം ആകെ അറ്റൻഡ് ചെയ്തിട്ടുള്ളൂ തോന്നുന്നു അല്ലേ? 3-4 ദിവസം ലീവായിരുന്നു. അതെ, എന്നാലും അത് വളരെ ഫലവത്തായി. അത് എന്താണെന്ന് എനിക്കിപ്പോ മനസ്സിലായി. നമ്മൾ ആദ്യമായിട്ടാണല്ലോ അങ്ങനെ ഒരു. അല്ല, അതുകൊണ്ടാണ് ഞാൻ ഈ 9 ദിവസം മാത്രമായിട്ട് ഈ ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തത്. ഇനി അത് 21 ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അത് എന്താന്നുള്ളൊരു കാര്യം പിടികിട്ടി. അതെ, അപ്പൊ ഇത് വെറും ബ്യൂട്ടി അല്ല, ഇത് കുറച്ച് ആരോഗ്യമായിട്ടും കൂടി ബന്ധപ്പെട്ടുള്ളതാണെന്ന് മനസ്സിലായി. വളരെ നന്ദി സർ. താങ്ക് യു. ഓക്കെ, താങ്ക് യു. ജാസ്മിൻ ഇനി പറയൂ. ജാസ്മിൻ അൺമ്യൂട്ട് ചെയ്യൂ. നിങ്ങളെ സ്ക്രീനിലേതാ? അൺമ്യൂട്ട് ചെയ്യൂ, പറയൂ. ചിരിക്കാം, നമുക്ക് കുറച്ചിട്ട് അവസാനം ചിരിക്കാം. പറഞ്ഞോളൂ, അൺമ്യൂട്ട് ചെയ്യൂ. എന്തേ അവിടെ ഒന്ന് ജസ്റ്റ് അൺമ്യൂട്ട് ചെയ്യൂ അടിയില്. ചിരിയുടെ കാര്യം പറയാൻ മറന്നതാണ്. ചിരി വളരെ ഫലവത്തായിരുന്നു. അത് ശരിയാണ്, ചിരിയുടെ കാര്യം ആരും പറഞ്ഞില്ലല്ലോ അല്ലെ? അതെ, അത് ഞാൻ പറയാൻ മറന്നതാണ്. ചിരി എങ്ങനെയുണ്ട്? ഒരു 4 ദിവസം നിങ്ങൾ ചിരിച്ചില്ലെങ്കിലും ചിരി എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറയൂ. അല്ല, ചിരിച്ചിട്ടുണ്ടെങ്കിൽ ഒരു റിലാക്സ് തന്നെയാണ് ശരിക്കും. അപ്പൊ അത് നമുക്ക് നല്ലോണം ഫീൽ ചെയ്തു. നമ്മൾ 21 ദിവസം ചിരിക്കുന്നുണ്ട്, മിനിമം 5 മിനിറ്റ് വെച്ചിട്ട് ഹെഡ്ഫോൺ വെച്ചിട്ട്. വീട്ടിലാർക്കും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ചിരിക്കണം എന്നാണ് അടുത്തത്. യെസ്, അതിനെ കൂടി ശരിയാ. അതിന് ആദ്യത്തെ വിജയലക്ഷ്മി പറഞ്ഞില്ല, ചിരിയെ കുറിച്ച് പറഞ്ഞില്ല. ശരിയാ. ഓക്കെ, ശരി. സുചിത്ര പറയൂ. സുചിത്ര അൺമ്യൂട്ട് ചെയ്തേ. സുചിത്ര കൊല്ലം അൺമ്യൂട്ട് ചെയ്യ്. കേൾക്കുന്നില്ല? യെസ്. പിന്നെ ഈ കോഴ്സിന്റെ 9 ദിവസത്തെ ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നത് ചിരിയോഗ തന്നെയായിരുന്നു. കാരണം ഇത്രയും നല്ലതായിട്ട് കുറെ നേരം ചിരിക്കാൻ പറ്റുമെന്നല്ലോ അറിയത്തില്ലായിരുന്നു. മനസ്സറിഞ്ഞ് ചിരിച്ചത്. പക്ഷെ ആദ്യം തൊട്ടേ വേണമായിരുന്നു ചിരിന്ന്, പിന്നെ മനസ്സിലായി. അവസാനം 2 ദിവസം മാത്രമല്ലേ ചിരി ഉണ്ടായിരുന്നുള്ളൂ. ചിരി 3 ദിവസം, 2 ദിവസം ഉണ്ടായുള്ളൂ. ആദ്യം മുതലേ ചിരി വേണമായിരുന്നു ഇപ്പൊ തോന്നുന്നു. ചിരി നമ്മൾ അടുത്ത എല്ലാ ക്ലാസ്സിലും ചിരി ഉണ്ടായിരിക്കും. ഉറക്കമൊക്കെ നല്ലതുപോലെ നല്ല റിലാക്സേഷൻ ആയിരുന്നു. സൗണ്ട് കുറവാട്ടോ, സൗണ്ട് കുറവാണ് സുചിത്ര. അങ്ങനെ സമയം ചെലവാക്കാറില്ലല്ലോ, അപ്പൊ അത് നല്ലതുപോലെ ഈ മസാജ് ഒക്കെ നല്ലൊരു റിലാക്സേഷൻ ആയിരുന്നു. ഈ ഫേസ് യോഗ ചെയ്യുമ്പോഴത്തേന് നമുക്ക് ഉറക്കവും നല്ലതുപോലെ കിട്ടുന്നുണ്ടായിരുന്നു. അത് മാത്രമല്ല മസാജ് ഒക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേന് ഒരു പ്രത്യേക ഒരു സുഖമായിരുന്നു. വേറെന്താ അഭിപ്രായങ്ങൾ? ഇനിയും ചെയ്യണം. തീർച്ചയായിട്ടും നല്ല റിസൾട്ട് ആയിരുന്നു. ഫോളോ ചെയ്ത് മുന്നോട്ട് പോവാ. എന്നെ ഫോളോ ചെയ്ത് മുന്നോട്ട് പോവാ. ഓക്കെ, താങ്ക് യു. പ്രമോദേ അൺമ്യൂട്ട് ചെയ്തേ. പറയൂ. ഗുഡ് ഈവനിങ്, പറയൂ. ഇത് വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ മുമ്പ് യോഗ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുള്ളതാണ് കവടിയാറില്. പക്ഷെ അവിടെ ഇതൊന്നും പഠിപ്പിച്ചിട്ടില്ലായിരുന്നു. ഇപ്പൊ ആദ്യമായിട്ട് സാധാരണ ഫേസ് യോഗയും ലാഭ യോഗ ആദ്യമായിട്ട് പറഞ്ഞു തരുന്നത്. വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. രാത്രി ഉറങ്ങാനൊക്കെ വളരെ സ്മൂത്തായിരുന്നു. പകൽ വളരെ സ്മൂത്തായി തന്നെ ഉറങ്ങി. പിന്നെ
ഈ അടുത്ത 21 days കണ്ടിന്യൂ ചെയ്യാനും താല്പര്യമുണ്ട് എനിക്ക്. തീർച്ചയായിട്ടും പ്രമോദ ഒരുവിധം എല്ലാ ക്ലാസ്സിലും എന്റെ അറ്റൻഡ് ചെയ്യാറുണ്ട് എനിക്കറിയാം. കാരണം അറിയാലോ, ഒരു വ്യത്യസ്തമായ രീതിയിൽ എല്ലാ കാര്യം കൊണ്ടുപോകണം. അറിയാലോ, താങ്കളാണ് ലീവ് കൂടുതൽ. അതിന് ഞാൻ ഉത്തരവാദി. താങ്കളെന്നല്ല, നിങ്ങൾ ആരും ലീവും ഞാൻ ഉത്തരവാദിയല്ല. എങ്ങനെയും നിങ്ങൾ എത്തിപ്പെടണം എനിക്ക് പറയാനുള്ളത്. പ്രമോദിന് മാത്രം ഉദ്ദേശിച്ച് പറഞ്ഞല്ല, എല്ലാവരെയും. ഞാൻ 3 ദിവസത്തോളം പറ്റിയില്ല. അറിയാം. അത് പിന്നെ സാഹചര്യമാണല്ലോ, മനുഷ്യനാണല്ലോ, പല സാഹചര്യം ഉണ്ടാവില്ല. അത് കുഴപ്പമില്ല. പിന്നെ വേറെന്താ പ്രമോദ അഭിപ്രായം? വ്യത്യാസം ഉറക്കൊക്കെ ക്ലിയർ ആയോ? ഉറക്കം വളരെ ക്ലിയർ ആയിട്ട് ഉറക്കമൊക്കെ വളരെ ക്ലിയർ ആയിട്ടുണ്ട്. മുഖത്തൊക്കെ ഒരു എനർജി ഉണ്ടല്ലോ അല്ലെ? ഒരു എനർജി ഉണ്ടല്ലോ. ആളുകളോട് സംസാരിക്കുമ്പോൾ മുഖത്തൊരു കനൊന്നുമില്ലല്ലോ, ഒരു റിലാക്സേഷൻ എനർജി ഉണ്ട് മുഖത്ത് ഇപ്പോഴും. അതെ ആയിക്കോട്ടെ. ഓക്കെ, താങ്ക് യു. നസീമ ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ. നസീമ ഞങ്ങൾ സൗണ്ട് കിട്ടാറില്ല സാധാരണ, നോക്കാം. ഒന്ന് അൺമ്യൂട്ട് ചെയ്യും. ആയില്ല. ഒന്ന് പറഞ്ഞേ. സർ, ഞാൻ സാറിന്റെ ക്ലാസ്സിൽ രാവിലെ ഞാൻ കേൾക്കുന്നുണ്ടോ സർ? ഓ, കേൾക്കുന്നുണ്ട്. ക്ലിയറാ, പറഞ്ഞോ ക്ലിയറാ. ഞാൻ ഈ ഫേസ് യോഗ എന്താണെന്നൊന്നും എനിക്ക് വലിയ ധാരണയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോ ചേർന്ന് കഴിഞ്ഞ് ക്ലാസ് തുടങ്ങി കഴിഞ്ഞപ്പോഴാണ് ഇത്ര നല്ലൊരു എഫക്റ്റീവ്, നല്ലൊരു എന്താ പറയാ, എനിക്ക് അതിൽ 2-3 ദിവസം ലീവ് എടുക്കേണ്ടി വന്നു ഹസ്ബൻഡിന്റെ വീട്ടിലൊക്കെ പോയതുകൊണ്ട്. അപ്പൊ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. അപ്പൊ ഇനിയും ഉള്ള ക്ലാസ്സിൽ തുടരണമെന്ന് തന്നെയാണ് ആഗ്രഹം. പിന്നെ ഞാൻ കഴിഞ്ഞ February 1 സാറിന്റെ രാവിലത്തെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യണം. എനിക്ക് നല്ല വ്യത്യാസമുണ്ട്. ഒരു 10-22 വർഷമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ സിസ്റ്റത്തിന്റെ മുമ്പിൽ ഇരിക്കുന്ന ആളാണ്. അഡ്വക്കേറ്റ് ഓഫീസിൽ സ്റ്റെനോ ആണ്. അപ്പോൾ ഞങ്ങൾക്ക് ഫുൾ ടൈം അതിലിരിക്കേണ്ട ആവശ്യം ഉണ്ടാവാറുണ്ട്. അത്ര ഒരു സീനിയർ അഡ്വക്കേറ്റിന്റെ ഓഫീസിലാണ് ഞാൻ. അപ്പൊ എനിക്ക് സ്പോണ്ടിലൈറ്റിസിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു. ഇത്ര നാളിങ്ങനെ തുടർച്ചയായിട്ട് ഇങ്ങനെ കമ്പ്യൂട്ടറിന് മുന്നിൽ ഇരുന്നിട്ട്. അപ്പൊ കഴുത്തുവേദനയും കൈവേദനയും ഒക്കെ. ഇപ്പൊ അത് എനിക്ക് ഒന്നുമില്ല. അത് സാറിന്റെ ക്ലാസ്സിൽ ചേർന്നുകൊണ്ട് മാത്രമാണെന്നാണ് ഞാൻ വിശ്വസിച്ചത്. ഇതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കഴുത്തിന്. ഇപ്പൊ നെക്കിന്റെ എക്സസൈസ് ഒക്കെ സാർ കുറെ ചെയ്യുന്നുണ്ട്. നല്ല വ്യത്യാസമുണ്ട്. ഞാൻ ഇതുവരെ ഇങ്ങനെ ഇതിനു മുമ്പും ഓരോ ഓൺലൈൻ ക്ലാസ്സിലൊക്കെ യോഗ അല്ലാണ്ട് ഫിറ്റ്നസ് ചേർന്നിട്ടുണ്ടെങ്കിൽ ഇത്ര ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് ഇത്ര ഒരു എന്താ പറയാ, ഒരു പങ്ക്ച്വാലിറ്റി 4:44 സാറ് വന്നിരിക്കും. കറക്റ്റ് 5:45 പോയിരിക്കും. പിന്നെ ഈ ഫേസ് യോഗ ക്ലാസ് ആണെങ്കിലും എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ പറഞ്ഞല്ലോ 2-3 ദിവസം എനിക്ക് പറ്റിയില്ല ഹസ്ബൻഡിന്റെ വീട്ടിൽ പോയതുകൊണ്ട്. ഇനിയുള്ള ക്ലാസ്സിൽ ചേരണം എന്നാണ് ആഗ്രഹം. നല്ല ക്ലാസ് ആയിരുന്നു. നല്ലൊരു റിഫ്രഷ് ആവുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നു. എന്തായാലും ഞാൻ പറഞ്ഞല്ലേ, നിങ്ങൾക്ക് വേണ്ടി ഞാൻ പഠിക്കുന്നുണ്ട്. ഞാൻ പഠിക്കുന്നു, ഞാൻ ചെയ്തു നോക്കുന്നു, നിങ്ങളെ പരിശീലിപ്പിക്കുന്നു. അതാണ് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഫോളോ ചെയ്ത് പോവാം. ഓക്കെ, താങ്ക് യു. ഷീന പറയൂ, താങ്കളുടെ അഭിപ്രായം പറഞ്ഞു. അൺമ്യൂട്ട് ചെയ്യൂ. എന്തും പറയാം. ചീത്ത വിളിക്കാം, നന്നായിരുന്നു, ചീത്തയായിരുന്നു, എന്തും പറയാം, പറഞ്ഞോളൂ. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു ഡെമോൺസ്ട്രേറ്ററുടെ മുമ്പിൽ നിന്ന് ഓൺലൈൻ യോഗ ചെയ്യാൻ പറ്റിയത്. അതില് സന്തോഷം അറിയിക്കുന്നു. നന്നായി കാണാനും കേൾക്കാനും പറ്റില്ല, ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ ഓൺലൈൻ എന്ന രീതിയിൽ? ഇല്ലല്ലോ. ഇല്ലില്ല, ഒരു ബുദ്ധിമുട്ടില്ല. ഒരാൾ പിന്നെ വേറെ ഒന്നും, സാർ അത് ചെയ്യുമ്പം ഒരു പോസിറ്റീവ് എനർജി തന്നെ സ്പ്രെഡ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളോടൊപ്പം സഞ്ചരിക്കുന്നു. സജോ, മറ്റുള്ള ആളുകളൊന്നും പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്യും. ഞാൻ നിങ്ങളുടെ കൂടെ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ഏത് കാര്യം അതൊക്കെ ചെയ്യാൻ മുമ്പോട്ട് കൊണ്ടുപോകാനും മുമ്പോട്ട് ചെയ്യാനൊക്കെ തോന്നുന്നു. പിന്നെ ടൈം മാനേജ്മെന്റ് വളരെ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നു. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഇത്തിരി ഷോൾഡർ പെയിനും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ആ ഒരു മസാജിങ് ഒക്കെ വളരെ എഫക്റ്റീവ് ആയിട്ടാണ് തോന്നിയത്. പിന്നെ മൊത്തത്തിൽ എല്ലാവർക്കും ഒരു പോസിറ്റീവ് എനർജി ട്രാൻസാക്ട് ചെയ്യാൻ കഴിഞ്ഞു. അത് വളരെ സന്തോഷമുണ്ട്. പിന്നെ ചിരിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യം, മറ്റുള്ളവർ ചിരി കണ്ട് ചിരിക്കാനേ എനിക്ക് കഴിഞ്ഞുള്ളൂ, അല്ലാതെ ചിരിക്കാനായിട്ട് പൊതുവേ നല്ലതായിരുന്നു. തീർച്ചയായിട്ടും. വേറെ എന്തെങ്കിലും അഭിപ്രായ നിർദ്ദേശം ഇല്ല? എന്തെങ്കിലും അഭിപ്രായ നിർദ്ദേശം? ഈ കണ്ണിന്റെ എക്സസൈസ്, കണ്ണിൻ്റെത് കുറച്ച് ദിവസത്തെ ചെയ്തിട്ടുള്ളൂ. അത് നമ്മൾ പറയുന്നത് 9 ദിവസത്തെ 9 ദിവസത്തെ പ്രോഗ്രാമാണ്. ഇപ്പൊ ഈ നസീമ പറഞ്ഞ അവരൊക്കെ ശരിക്കും കമ്പ്യൂട്ടർ ഇരിക്കുന്ന ആളാ. അപ്പൊ നമ്മൾ അടുത്ത 21 ദിവസം പരിഹരിക്കപ്പെടും. ഒരു മെഡിറ്റേഷനും കൂടെ പ്രതീക്ഷിച്ചായിരുന്നു. ഞാൻ ഈ മെഡിറ്റേഷൻ ബേസ് ചെയ്ത ഈ യോഗ നോക്കി വന്നത്. മെഡിറ്റേഷൻ സത്യത്തില് ഇതിന് മുന്നത്തെ ബാച്ചിൽ പ്രാണായാമം പ്ലസ് മെഡിറ്റേഷൻ ആയിരുന്നു.
ഈ ആ മെഡിറ്റേഷൻ അതെ നമുക്ക് ഇപ്പൊ തന്നെ നമുക്ക് സമയം തരുന്നത് നിങ്ങൾക്കറിയാലോ. രാവിലെ എന്റെക്ക് സമയം തികയുന്നില്ല. ഇന്ന് രാവിലെ യോഗം ശ്രദ്ധിച്ചോല്ല, അവസാനം 5 മിനിറ്റ് ടക്ക് മുന്നേ തീർക്കിയത് രാവിലത്തെ ശ്രദ്ധിച്ചോ, സമയം തികയുന്നില്ല. കാരണം ഞാൻ ടൈം എനിക്ക് നിർബന്ധം. നന്നായിട്ട് മനസ്സിലായി. പക്ഷെ മെഡിറ്റേഷന്റെ ഒരു എക്സ്പീരിയൻസ് അത് കിട്ടിയില്ല. ഇനി കിട്ടും, വരുന്ന അടുത്ത ഒരു ക്ലാസ്സുകളിൽ മാസം കിട്ടും. ഇത് കഴിഞ്ഞാൽ ഒരു മെഡിറ്റേഷൻ പ്രാണായാമം മാത്രം ഉണ്ടായിരിക്കും. അപ്പൊ ഒന്നായിട്ട് മെഡിറ്റേഷൻ ഇപ്പൊ കഴിഞ്ഞ മാസം കറക്റ്റ് 21 ദിവസം മെഡിറ്റേഷൻ ഉണ്ടായിരുന്നു. മെഡിറ്റേഷൻ പ്രാണായാമം എല്ലാ ദിവസവും മെഡിറ്റേഷൻ ചെയ്തു. ഡിഫറെന്റ് ടൈപ്പിലുള്ള മെഡിറ്റേഷൻ ചെയ്തിരുന്നത്. അന്ന് നമ്മള് നിങ്ങളെല്ലാം തിരക്കായിരിക്കും, അറിഞ്ഞിട്ടുണ്ടാവില്ല. എന്തായാലും അത് പരിഹരിക്കപ്പെടും. ഓക്കെ, താങ്ക് യു. ഡോക്ടർ ഷീന മാഡം 2 വാക്കുകൾ പറയും. എന്താണ്? സർ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ആക്ച്വലി. ഫേസ് യോഗനെ പറ്റി മാത്രം ഇപ്പൊ പറഞ്ഞാൽ മതിയല്ലോ ഓ അല്ലേ? തീർച്ചയായിട്ടും. മറ്റേ ഈ ഓൺലൈനിലൊക്കെ ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ഞാൻ ശരിക്കും സാറിനെ ഒരു 1 ഇയർ ബാക്ക് ഒക്കെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാനിങ്ങനെ വിചാരിച്ചു അതെ ഓൺലൈനിൽ ശരിയാവില്ല എന്നുള്ളത് വിചാരിച്ചിട്ടാണ് പിന്നെ ഞാൻ ഒഴിവാക്കിയത്. പക്ഷെ നല്ല ഒരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. പിന്നെ ഈ മസാജൊക്കെ നമ്മള് ഞാൻ പൊതുവെ എന്റെ ശരീരത്തിന് വേണ്ടി ഞാൻ ഒന്നും ചെയ്യാറില്ല. അപ്പൊ ഇപ്പോ ഓരോ ക്ലാസ് സാർ പറയുമ്പോഴും അറ്റൻഡ് ചെയ്യണം എന്നുള്ളത് തോന്നുന്നു. അപ്പൊ നമുക്ക് ഉള്ളിൽ ഒരു നീഡ് ഉണ്ട് ശരിക്കും പറഞ്ഞിട്ടുണ്ട്. മെസ്സേജസ് ഒക്കെ ഞാൻ ഒരുവിധമൊക്കെ വായിക്കാറുണ്ട്. പക്ഷെ ഞാൻ അത്രയും നിങ്ങളോട് ഓരോരുത്തരും പറയേണ്ട കാര്യങ്ങൾ മെസ്സേജ് ആയി ടൈപ്പ് ചെയ്തു. കാരണം രാവിലെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് നിന്ന് കഴിഞ്ഞാലേ ക്ലാസ് നീങ്ങില്ല. രാവിലത്തെ പ്രധാന ഒന്നും പറയാത്ത. പക്ഷെ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടില്ല, ഞാൻ നിങ്ങളോട് ഒരുമിച്ചതാ വേണ്ടി ചെയ്യുന്നത്. ഒരുമിച്ച് ചെയ്ത് നിങ്ങൾക്ക് ബുദ്ധിമുട്ട് വരുന്നില്ലല്ലോ. അതെ, ഫേസ് യോഗ എനിക്ക് ശരിക്കും നല്ലൊരു സൂത്തിങ് തരുന്നുണ്ട്. ശരിക്കും നമുക്കൊരു റിലാക്സേഷൻ കിട്ടാനും. മുഴുവനായിട്ട് എടുത്തിട്ടില്ല സത്യം പറഞ്ഞാൽ. നമ്മൾ ടൈമിന്റെ പ്രശ്നം കാരണം അടുത്തൊരു 21 ദിവസം ഫിനിഷ് ചെയ്തത് മൊത്തമായിട്ട്. ടൈമിന്റെ ഞാൻ 9 ദിവസം അഡ്ജസ്റ്റ് ചെയ്തിരിക്കുകയാണ്. കാരണം തുടങ്ങുന്നതിന് മുമ്പ് തീരെ ശ്രദ്ധിച്ചോ, നമ്മൾ സമയം 9:00 തുടങ്ങി പെട്ടെന്ന് സമയം. പിന്നെ എല്ലാവരും വീട്ടിലാണെങ്കിൽ കുറെ ബുദ്ധിമുട്ടുണ്ട്. അതുപോലെ നമുക്ക് കൂടുതൽ സമയം അതേ രാവിലെ വൈകിട്ട്. ഇപ്പൊ രാവിലെ നിങ്ങളൊക്കെ 5:45 യോഗ കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് കിച്ചണിൽ കയറി മറ്റു ജോലിക്കെല്ലാവരും പോകണം. അപ്പൊ ടൈമിംഗ് ഞാൻ കൃത്യമായി ആദ്യം മുതലേ പാലിക്കുന്നതാണ്. അത് കൃത്യമായി വൈകിട്ടായാലും രാവിലെ ആയാലും പാലിക്കാറുണ്ട്. അതെ, സമയം ശരിക്കും ഒരു പ്രശ്നം തന്നെയാണ്. 9:15 എന്ന് പറയുമ്പോൾ നമുക്ക് ശരിക്കും ഒരു പ്രോബ്ലം തന്നെയാണ് വീട്ടിലെ കാര്യങ്ങൾ. പിന്നെ എന്നിട്ട് ഞാൻ അതുകൊണ്ടാണ് ഇതിനിടയിൽ നമുക്ക് സമയം വെക്കാനും പറ്റില്ലല്ലോ. ഇപ്പൊ 8 മണിക്ക് വെക്കാൻ അത് നിങ്ങളെ കുട്ടികളെ ഭക്ഷണം മറ്റൊക്കെ ബുദ്ധി. അപ്പോ ഞാൻ ഇതിന് ഒരു 3 വർഷമായി കണ്ട സമയമാണ്. ഒന്നുകിൽ രാത്രി കിടക്കുമ്പോഴോ അല്ലെങ്കിൽ രാവിലെ ആയിരുന്നു. പിന്നെ പകൽ നമുക്ക് ഇങ്ങനെ ഒരു പരിപാടിയില്ല. ഒന്നും നമ്മൾ ഒരാളെ ചോദിക്കാറില്ല. 9:15 അല്ല 8 മണിയാണെങ്കിൽ പറ്റൂല, അറ്റൻഡ് ചെയ്യാൻ തന്നെ പറ്റില്ല. പക്ഷെ ഇത് നല്ലതാണ്. മസാജിങ് ഒക്കെ കിട്ടുമ്പോൾ നമുക്കൊരു ശരിക്കും ഒരു എനർജി ഉണ്ട് ശരിക്കും രാവിലെ. സെഷനാ പറഞ്ഞത്, പക്ഷെ എങ്കിലും 40 അങ്ങനെ കൂടി പോവാണ്. പിന്നെ അവർ സ്റ്റോപ്പ് ചെയ്യും. ഞാൻ ടൈം നോക്കണ്ട, എപ്പോഴും ടൈമേ നോക്കാറുണ്ട്. കറക്റ്റ് ടൈമിൽ അവസാനിപ്പിക്കുന്നത് മാത്രമേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു. ചിരിയാണ് ഒരു പ്രശ്നം എനിക്ക്. ചിരിക്കണം എന്ന് പറഞ്ഞാൽ ചിരിക്കാൻ പറ്റുന്നില്ല. അതാണ്. നമ്മൾ ചിരിക്കുമ്പോൾ കണ്ണാടി നോക്കുക. ഏറ്റവും വൃത്തികേട് ഏറ്റവും മോശം നമ്മൾ ചിരിക്കുമ്പോഴായിരിക്കും. നമ്മൾ നോക്കി കഴിഞ്ഞാൽ സംഭവം ശരിയാണ്. പക്ഷെ ഏറ്റവും ചിരിക്കുന്ന നമ്മൾ എഫക്റ്റ് ആയിരിക്കും. അത്യാവശ്യമായിട്ട് വീട്ടിലായാലും കുടുംബത്തിലായാലും ചിരി എപ്പോഴും ചിരി തന്നെയാണ്. ബട്ട് ചിരിക്കണം എന്നുള്ളത് വരുമ്പോ ചിരിക്കാൻ പറ്റുന്നില്ല. അതാണ് പ്രശ്നം. അപ്പൊ എനിക്ക് ഈ 3 ഡേയ്സിലും ചിരിച്ചിട്ടില്ല ഒട്ടും. അല്ലാതെ 10 മിനിറ്റ് കൊണ്ട് ഒരു വീഡിയോ അല്ലാതെ ഓഡിയോ അത് ഞാൻ സെറ്റ് ചെയ്താണ്. അത് ശരിക്കും നമ്മൾ 21 ദിവസം 5 മിനിറ്റ് ഒന്ന് ചിരിപ്പിക്കാൻ ശ്രമം നടത്തുന്നുണ്ട്. ചെവിയിൽ വെച്ച് നമുക്ക് സ്വയം ഒരു എനർജി കിട്ടുമല്ലോ. ആ ഒരു ഉദ്ദേശം അവസാനത്തിലേക്ക് സമയമില്ലാത്തതുകൊണ്ട് ഒഴിവാക്കി വിട്ടേ. എന്തായാലും നല്ല എക്സ്പീരിയൻസ്. വെരി ഗുഡ്. താങ്ക് യു. ലിഷ പറയൂ. ലിഷ ലിഷ സജീവ്. നമസ്കാരം സാറേ. ഞാൻ സാറിന്റെ യോഗ ക്ലാസ്സിലും അതിന് മുമ്പിലത്തെ മെഡിറ്റേഷനും എല്ലാത്തിലും ഞാൻ ജോയിൻ ചെയ്തിട്ടുണ്ട്. സാറിന്റെ ക്ലാസ്സുകളെല്ലാം അറ്റൻഡ് ചെയ്യാൻ എനിക്ക് നല്ല സന്തോഷമാണ്. അത് കാരണം അത് നമുക്ക് ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട് സാറിന്റെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്നതുകൊണ്ട്. കാരണം എനിക്ക് യോഗ തുടങ്ങുന്ന സമയത്ത് എനിക്ക് ഒത്തിരി പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. എനിക്ക് ഷോൾഡർ പെയിന്, കാലിനൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇപ്പൊ അതിനൊക്കെ ഒരുപാട് വ്യത്യാസമുണ്ട്. പിന്നെ കഴിഞ്ഞ മാസം എനിക്ക് കുറച്ച് ദിവസം ലീവ് വന്ന കാലിന്റെ ഒരു സർജറിയുടെ ഒരു ഇതുണ്ടായിരുന്നു. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ഈ ഫേസ് യോഗയും പ്രാണായാമവും കൂടെ ചെയ്യുമ്പോഴത്തേക്ക് എനിക്ക് എനിക്ക് അലർജിക്കാണ് ഉണ്ട്. അലർജി പൊടി ഒത്തിരി അലർജികളുണ്ട്. അപ്പൊ അതിൻ്റെതായ പ്രശ്നം എനിക്ക് ആഴ്ചയിൽ 2-3 ദിവസം എനിക്ക് യോഗ ചെയ്യുമ്പോഴൊക്കെ ഞാൻ തുണിയും വെച്ചിട്ടാണ് നിൽക്കുന്നത് മൂക്ക് ചീറ്റാനായി.
പക്ഷെ ഇപ്പൊ അത് ഈ പ്രാണായാമൊക്കെ ചെയ്തതിന് ശേഷം എനിക്കിതിപ്പോ കുറച്ച് നാളായിട്ട് ഇപ്പം തുമ്മലിന്റെ ആ ഒരു പ്രശ്നം ഒട്ടും തന്നെ ഇല്ല. പിന്നെ ഈ ഫേസ് യോഗയൊക്കെ ചെയ്തതിന് ശേഷം, കാരണം ജോലിയുടെ കാര്യത്തിന് വേണ്ടിയിട്ട് ഫീൽഡ് വർക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പൊ പോയിട്ടൊക്കെ വന്ന് ഇതൊക്കെ ചെയ്തിട്ട് കിടക്കുമ്പോഴത്തേക്ക് നല്ല ഉറക്കമുണ്ട് ഇപ്പൊ. നല്ല നല്ല രീതിയിൽ എനിക്ക് നല്ല സാറിന്റെ ക്ലാസ്സുകൾ എനിക്ക് എത്രത്തോളം എന്നെ കൊണ്ട് എനിക്ക് അത് എപ്പോഴും എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റണേന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. എനിക്കത് കാരണം എത്രത്തോളം സാർ ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോകും അത്രയും കാലം സാറിന്റെ ഒപ്പം ഇങ്ങനെ പോകണം എന്നാണ് ഒരാഗ്രഹം. ഒരിക്കലും എന്നോടൊപ്പമുള്ള യാത്ര ഒരിക്കലും നിങ്ങൾക്ക് നഷ്ടമാകില്ല. സമയം നഷ്ടമാവില്ല, പണം നഷ്ടമാവില്ല, ഒന്നും നഷ്ടമാവില്ല. പിന്നെ എല്ലാവരും ആദ്യം ഒന്ന് കോട്ടിട്ട് പറയാനോ അല്ലെങ്കിൽ കോട്ടിട്ട് ടൈ ഇട്ട് എടുക്കുന്ന ആള് ഞാൻ നോർമലാണ്. പലരും ചോദിച്ചു നിങ്ങളുടെ ക്ലാസ് നിങ്ങൾ ആദ്യം പ്രതീക്ഷിച്ച് ആരെങ്കിലും വന്ന് നിങ്ങളെ ക്ഷണിക്കും. പല ക്ലാസ് പ്രതീക്ഷിച്ചിട്ടുണ്ടാവും. ആദ്യം ഒരു വെൽക്കം, ഒരു സൗണ്ട്. ഇവിടെ ഞാൻ നോർമലാണ്. ഇവിടെ ഒരു കാര്യം ബാക്ക്ഗ്രൗണ്ട് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഒരു കാര്യം ഒരു എക്സ്ട്രാ ആയിട്ട് നമ്മൾ മേക്കപ്പ് ഇല്ല ഒരു കാര്യത്തിനും. യോഗയ്ക്ക് പ്രണയം ഒരു കാര്യം ശ്രദ്ധിച്ചു. കറക്റ്റ് ഫേസ് ടു ഫേസ് ആണ് നമ്മൾ സംസാരിക്കാറുള്ളത്. ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ ഒരു മടി തോന്നിയാലും സാറിന്റെ ആ ഒരു ഇൻസ്പിറേഷനും സാറിന്റെ ആ ഡെഡിക്കേഷനും ഒക്കെ ആലോചിക്കുമ്പോൾ നമ്മൾക്ക് വേണ്ടിയിട്ടല്ലേ സാർ ഇത്രയൊക്കെ ബുദ്ധിമുട്ടുന്നത്. അപ്പൊ നമ്മളത് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം എപ്പോഴും മനസ്സിൽ തോന്നാറുണ്ട്. മടി തോന്നിയാലും ചിലപ്പോ അലാറം കേൾക്കുമ്പോൾ ഓഫ് ചെയ്ത് വെച്ചിട്ട് വീണ്ടും കിടക്കാൻ നോക്കും പിന്നെ. പക്ഷെ അത് നമുക്ക് വേണ്ടിയിട്ടാണല്ലോ സാർ ഇത്രയും ബുദ്ധിമുട്ടുണ്ടെന്ന് ആലോചിക്കുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കലി അങ്ങ് എണീറ്റ് പോകും. അപ്പൊ എനിക്ക് സാറിന്റെ ക്ലാസ്സുകൾ എനിക്ക് വളരെ സാറ്റിസ്ഫൈഡ് ആണ്. സർവേശ്വര ഇനിയും അങ്ങോട്ട് സാറിന്റെ 21 ദിവസത്തെ ക്ലാസ്സിലും അറ്റൻഡ് ചെയ്യണമെന്ന് തന്നെയാണ് ആഗ്രഹം. അതിനുശേഷം എനിക്ക് മാനസികമായിട്ടും ശാരീരികമായിട്ടും എനിക്ക് ഒരുപാട് വ്യത്യാസമുണ്ട്. താങ്ക് യു സർ. ഓക്കെ, താങ്ക് യു. ഇന്ദിര പറയൂ, അൺമ്യൂട്ട് ചെയ്യൂ. എന്താണ് എക്സ്പീരിയൻസ്? സാറിന്റെ ഈ ഫേസ് യോഗ എന്നുള്ളൊരു പുതിയൊരു ഒരു അനുഭവമാണത്. എനിക്കിത് അറിഞ്ഞിരുന്നില്ല. ഇപ്പോഴും എന്റെ ഒരു വിഷമങ്ങളും ഒക്കെ ആയിട്ട് ഞാനങ്ങനെ ആകെ നിരാശയായിട്ടാണ് ഇത് പതിവ്. പക്ഷെ എന്റെ മകള് പറഞ്ഞു വളരെ നല്ല ക്ലാസ് സാറ് നമ്മുടെ ഇടയിലുള്ള ഒരാളെ പോലെയാണ് സാറ്. നല്ല കോണ്ടാക്ട്. നീരജ. അതിന് പറ്റാറൊന്നുമില്ല, ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ അതിന് കുറെ പ്രശ്നങ്ങളുണ്ട്. അപ്പൊ അങ്ങനെ പറഞ്ഞ കാരണം ഞാൻ ചേർന്നു. പക്ഷെ എനിക്കത് വെറുതെ ആയില്ല എന്നുള്ളഎനിക്ക് മനസ്സിലായി. ഈ എന്താ പറയാ, ഈ പ്രാണായാമൊക്കെ കഴിഞ്ഞാൽ എനിക്ക് നല്ല ശ്വാസം, ഇപ്പൊ പാട്ട് പാടുകയാണ് എന്താണെങ്കിലും ഇങ്ങനെ ശ്വാസം കുറെ പിടിച്ചു വെക്കാനും ഒക്കെ നല്ലോണം പറ്റി. പിന്നെ എന്റെ ശ്വസന പ്രശ്നങ്ങളൊക്കെ മാറി. എനിക്ക് നല്ലൊരു സന്തോഷായി. പിന്നെ ഈ ഫേസ് യോഗ കാരണം ഈ മുഖമൊക്കെ നല്ല ഇത് കഴിയുമ്പോ നല്ല ബ്ലഡ് സർക്കുലേറ്റ് ചെയ്യുന്നുള്ള ഒരു തോന്നല് വരുന്നുണ്ട്. അത് കഴിഞ്ഞാൽ നല്ല ഉഷാറാണ്. ഉറക്കമുണ്ട്. ഉറക്കത്തിന് ആദ്യമൊക്കെ എനിക്ക് പ്രാണായാമം ആദ്യത്തെ ക്ലാസ് കഴിഞ്ഞപ്പോ തന്നെ ഉറക്കം കിട്ടി തുടങ്ങി. നല്ല മാറ്റാണ്. ഇത് ഇപ്പോഴും ഉണ്ട്. നല്ല ഉറക്കം ഇപ്പൊ പോരായ തോന്നണത് വയ്യായ കാരണം. അങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്. പക്ഷെ നല്ല മാറ്റം വന്നു. പിന്നെ എനിക്ക് കഴുത്തിലെ ചുളിവുകളൊക്കെ ഇങ്ങനെ കാണുമ്പോ വിഷമം തോന്നാറുണ്ട്. അതൊക്കെ അന്ന് 2 ക്ലാസ് കഴിഞ്ഞപ്പോ എനിക്ക് വേണമെന്നുണ്ട്, പറ്റണമെന്നാണ് വിചാരിക്കുന്നത്. വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരും. അത് കാരണം എന്റെ ക്ലാസ് ആയിട്ട് ഞാൻ മോളൊക്കെ അറ്റൻഡ് ചെയ്യണമെന്നുണ്ട്. അപ്പൊ അത് കാരണം എങ്ങനെ അറിയില്ല, എന്തായാലും പറ്റാവുന്നതും നോക്കണം എന്നാ വിചാരിക്കുന്നത്. ഇനി ചിരിക്കാനൊന്നും ഈ പറഞ്ഞ പോലെ എനിക്കൊന്നും അറിഞ്ഞായിരുന്നില്ല. അപ്പൊ വെറുതെ കൃത്രിമമായിട്ട് ചിരിച്ചു കഴിഞ്ഞാൽ എല്ലാരും ഒരേപോലെ ആയിട്ട് തോന്നും. നല്ല മനസ്സിന് ഒരു എല്ലാരും ഞാൻ ചോദിക്കട്ടെ, ഇത്ര കാലം ജീവിതത്തിൽ നമ്മുടെ ജീവിതം എത്ര അഭിനയിച്ചിട്ടുണ്ട്, ഓരോ കാര്യങ്ങളും ചിന്തിച്ചു നോക്കും. ഓർമ്മ നഷ്ട ഈ നിങ്ങളെല്ലാവരും, ഞാനെന്നല്ല നമ്മളെല്ലാവരും പലതും ആക്ടിങ് അല്ലേ, അഭിനയമാണത് സത്യം. നാട്ടിലും കുടുംബ ജോലി സ്ഥലത്തൊക്കെ പല കാര്യങ്ങളും. അപ്പൊ നമ്മൾ ചിരിച്ചുകൊണ്ടിരിക്കുക, ചിരിക്കാൻ പറ്റണം നമുക്ക്. അങ്ങനെയൊക്കെ ഹാപ്പി ആയിട്ട് ഇരിക്കണം എന്നുള്ള തോന്നല് വന്നു. എന്തായാലും സാറിന്റെ വളരെ നല്ല ക്ലാസ് ആണ്. നമ്മളുടെ ഇടയിലുള്ള ഒരാളെ പോലെ തന്നെയാണ്. ഞാൻ അങ്ങനെ നിങ്ങൾ ഓരോരുത്തരും കൊണ്ടുപോകുന്നത്. വേറെ ഓരോ വിട്ടുവീഴ്ച ഒരാൾക്ക് വേണ്ടി പ്രത്യേക പ്രാതിനിധ്യം അങ്ങനെ ഒരു സംഭവം ഇവിടെ കൊടുക്കാറില്ല. എല്ലാവരും എന്നെക്കാളും കൂടുതൽ പ്രായമുള്ള എല്ലാവരും അതെ. പക്ഷെ എല്ലാവരും വിളിക്കുന്നതെങ്കിൽ വിളിക്കാനുള്ള ഒരു സൗകര്യം മാത്രമാണ്. അതോടെ ഈ രാത്രി എല്ലാ മാസവും ഓരോരോ കോഴ്സ് കൊണ്ട് 9:15 to 9:45 എന്ന് പറഞ്ഞ് എന്തെങ്കിലും ചെറിയ രീതിയിൽ. പിന്നെ ഫീസിന്റെ കാര്യം ചോദിച്ചിട്ടുണ്ടോ? ശരി, തുച്ഛമായ ഫീസ് എല്ലാവരും വാങ്ങിക്കാറുള്ളത്. മറ്റുള്ളവരെ പോലെ കൂടുതലായിട്ട് ഒന്നും ചെയ്യാറില്ല. വലിയൊരു അഡ്ജസ്റ്റ്മെന്റ് ഇങ്ങനെ പോകുന്നു മാത്രം. അത്രേ ഉള്ളൂ. ഒരിക്കലുമില്ല. അത് ഞാൻ പറയാം, ഒരിക്കലും എന്നോടൊപ്പം വരുമ്പോ പണമോ സമയമോ നിങ്ങൾക്ക് നഷ്ടമാവില്ല. നിങ്ങൾ 2 കണ്ടെത്താൻ മാത്രം മതി. സമയം കണ്ടെത്തും. അത്ര ഞാൻ പറയുന്നത്. വളരെ സന്തോഷം സാറിന്റെ അടുത്ത് ഇങ്ങനെ ക്ലാസ്
വരാൻ തോന്നി. ഇനി പറ്റണതും ഇങ്ങനെ ഇതില് എനിക്കിപ്പോ ബ്രേക്ക് ആക്കി വെച്ചാലും വീണ്ടും ഓരോ മെസ്സേജ് ഒക്കെ വരുമ്പോ ഇനിയും ചേരാൻ പറ്റുന്നുണ്ടെങ്കിൽ കണ്ടിന്യൂ ചെയ്തു പോകണമെന്നുണ്ട്. എനിക്ക് ഇനി അങ്ങനെ നല്ല ഗ്രൂപ്പിലുണ്ടല്ലോ, പരമാവധി ദിവസങ്ങളൊക്കെ അറ്റൻഡ് ചെയ്യാം കേട്ടോ. അതാവാം. ആയിക്കോട്ടെ, ഓക്കെ, താങ്ക് യു സാർ. ശ്രീലത, കുറച്ച് വെളിച്ചം കുറവുണ്ട്. ശ്രീലത, കോഴിക്കോട്. യെസ്, ഇപ്പൊ ക്ലിയർ. പറയൂ, അൺമ്യൂട്ട് ചെയ്യും. നിങ്ങൾ എന്നോടൊപ്പം കുറച്ച് കാലം യാത്ര എല്ലാവരും ഉണ്ട്. പറയൂ. ക്ലാസ്സിൽ ഫേസ് യോഗ എന്താണെന്നും അതിനെ കൊണ്ടുള്ള ഗുണങ്ങൾ എന്താന്നൊക്കെയുള്ള സാറിന്റെ ക്ലാസ്സിൽ ചേർന്ന പിന്നെയാണ് മനസ്സിലായത്. ഫേസ് യോഗ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് പറ്റിയതൊന്നും അല്ല എന്നുള്ളൊരു ചിന്തയായിരുന്നു. അപ്പൊ ചെയ്ത് കഴിയുമ്പോൾ 9 ദിവസം ഉണ്ടെങ്കിൽ എനിക്കൊരു 5-6 ദിവസമൊക്കെ പറ്റിയുള്ളൂ. ചെറിയൊരു അസൗകര്യം കാരണം 9 ദിവസം ഞാൻ പങ്കെടുത്തിട്ടില്ല. പക്ഷെ ചെയ്ത് കഴിയുമ്പോൾ മുഖം ഒരു നല്ലൊരു സ്മൂത്തായത് നമുക്ക് ശരിക്കും ഫീൽ ചെയ്യും. പിന്നെ അപ്പൊ തന്നെ നമുക്കൊരു കോൺഫിഡൻസ് ആണ്. മുഖം ഇത്രയും പ്രായമായാലും എന്റെ മുഖമൊക്കെ നല്ലതുണ്ട് എന്നുള്ളൊരു കോൺഫിഡൻസ് ഓട്ടോമാറ്റിക് ആയിട്ട് വരുന്നുണ്ട് മുഖത്ത്. ഇതും അതൊക്കെ ചെയ്തതോടുകൂടി മൊത്തത്തിലൊരു എനർജി ഫീൽ ചെയ്യുന്നുണ്ട് സാറേ. ഇനി ഏതായാലും 21 ദിവസം തുടരുമെന്നാണ് ആഗ്രഹിക്കുന്നത്. ഇനി ഇങ്ങനെ 1-2 ദിവസമൊക്കെ ഇങ്ങനെ ഈ പറഞ്ഞ പോലെ നാട്ടിൽ പോക്കും വരവും ഒക്കെ ആകുന്ന ഈ പരീക്ഷയുടെ തിരക്കെല്ലാം കൂടി ആകുമ്പോൾ ചെറിയൊരു അസൗകര്യം വരുന്നതുകൊണ്ടാണ് ഒരു ലീവ് പോയത്. 21 ദിവസം ഉണ്ടാവും. വേറെ എന്തെങ്കിലും അഭിപ്രായം? 21 ദിവസം നമ്മൾ അടുത്ത തിങ്കളാഴ്ച നമുക്ക് സ്റ്റാർട്ട് ചെയ്യും. 21 അതാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അരമണിക്കൂർ എന്നും രാത്രി. വേറെ എന്തെങ്കിലും നിർദ്ദേശങ്ങൾ? കാരണം ഇപ്പൊ ഈ യോഗക്കൊക്കെ ഞാൻ കയറിയിട്ട് കുറച്ച് ദിവസമായി. ഞാൻ അതൊരു പനി പറഞ്ഞല്ലോ. ആയിക്കോട്ടെ, താങ്ക് യു. ജാസ്മിൻ, സംസാരിക്കോ? ഇല്ല, ഒന്ന് അൺമ്യൂട്ട് ചെയ്യൂ, പറയൂ. എന്തെങ്കിലും 2 വാക്ക് പറയൂ. പറ്റുമോ? ഇല്ല, എന്നാ വേണ്ട. ശരി, അന്റെ ചേച്ചി പറയൂ. ഗുഡ് ഈവനിങ് സർ. ഗുഡ് ഈവനിങ്, പറയൂ. ഫേസ് യോഗയില് 9 ദിവസവും അറ്റൻഡ് ചെയ്യാൻ പറ്റി. ഓരോ കോഴ്സിലും ചേരാൻ നോക്കുമ്പോൾ എനിക്ക് പങ്കെടുക്കാൻ പറ്റുമോ എന്നുള്ളൊരു ആശങ്കയിലാണ് എപ്പോഴും ചേരല്. പക്ഷെ ചേർന്നാൽ സാറ് പറയാറില്ലേ, പറ്റുമോ എന്നുള്ള ആശങ്ക വേണ്ട. അതുപോലെ തന്നെയാണ്, ചേർന്നാൽ എനിക്ക് എല്ലാത്തിലും ശരിക്കും അറ്റൻഡ് ചെയ്യാനും അത് നല്ല വിജയമായിട്ട് മാറാനും കഴിയുന്നുണ്ട്. പിന്നെ ഇതിന് അറ്റൻഡ് ചെയ്തപ്പോ പിന്നെ പോസിറ്റീവ് ഫീലിംഗ് കൂടിയിട്ടുണ്ട്. അതുപോലെ നല്ല റിലാക്സേഷൻ വന്നിട്ടുണ്ട്. തലവേദന നല്ലതായിട്ട് കുറഞ്ഞിട്ടുണ്ട്. പിന്നെ ഷോൾഡർ പെയിൻ ഉണ്ടായിരുന്നു. അപ്പൊ നെക്ക് ആൻഡ് ഹെഡ് എക്സസൈസ് ചെയ്തപ്പോ അതും കുറഞ്ഞിട്ടുണ്ട്. പിന്നെ മുടികൊഴിച്ചിലും കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. പിന്നെ ദിവസം മുഴുവൻ നല്ല ഉന്മേഷവും പ്രസരിപ്പും സന്തോഷവും ഒക്കെ തോന്നുന്നുണ്ട്. പിന്നെ റിട്ടയർ ചെയ്തതിനു ശേഷം വീട്ടു ജോലികള് ഉച്ചയാകുമ്പോഴത്തേക്ക് നല്ല ക്ഷീണമായിരുന്നു. അപ്പൊ അതൊക്കെ കുറഞ്ഞിട്ടുണ്ട്. ബ്രീത്തിങ് എക്സസൈസ് പ്രാണായാമം ചെയ്തതിനു ശേഷം സൂര്യ നമസ്കാരം ചെയ്യുമ്പോഴൊക്കെ ആ ബ്രീത്തിങ് ശരിയായി എടുക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ ചെറുപ്പത്തിൽ ഞാൻ നന്നായി ചിരിക്കുമായിരുന്നു. ചിരി നിർത്താൻ പറ്റാത്ത പ്രശ്നമായിരുന്നു. അപ്പൊ ഇപ്പോഴും അതുപോലെ തന്നെ ചിരിക്കാൻ കഴിയുന്നതില് സന്തോഷം. ഉള്ളിൽ സങ്കടങ്ങളാണെങ്കിൽ പോലും ഏത് സാഹചര്യത്തിലും ചിരിക്കാൻ കഴിയുന്നുണ്ട്. നിങ്ങൾ എന്നോട് പറഞ്ഞു നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ, വീട്ടിലെ അവസ്ഥ എന്നോട് പറഞ്ഞിട്ട്. വീടിനും ഒരു ചിട്ട വരുന്നുണ്ട്. ഈ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യേണ്ടതുണ്ട്. നേരത്തെ എല്ലാവരും ഭക്ഷണം കഴിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇനിയും ഈ ക്ലാസ്സിൽ തുടർന്ന് പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. താങ്ക് യു സർ. നമുക്കൊരു 3 മിനിറ്റ് ഒന്ന് ചിരിക്കാം. അതിനുശേഷം ഒരു മെഡിറ്റേഷൻ, അതോടുകൂടി നമുക്ക് സെഷൻ അവസാനിപ്പിക്കാം. ഓക്കെ, ഹെഡ്ഫോൺ വെച്ചോളൂ. ജാസ്മിയുടെ നന്നായി ചിരിക്കണം കേട്ടോ, നിങ്ങൾ സംസാരിച്ചിട്ടില്ല. ഓക്കെ, പൊതുവെ ചിരിയുടെ ആളാണ് തോന്നുന്നത്. ആരെ ചിരിക്കണം? എല്ലാരും ചിരിക്കണം. ചിരിയാണ് പൊതുവെ ചിരിയുടെ ആളാണ്. ചിരി ആളെ ചിരിയാണ്
അപ്പൊ ഇതാണ് ഈ ചിരി നമ്മള് അടുത്ത 21 ദിവസം എല്ലാ രാത്രിയുള്ള ക്ലാസ്സുകളിൽ നമ്മൾ 5 മിനിറ്റിന് ചിരിക്കും. ചിരിക്കാൻ പഠിപ്പിക്കലാണ്, നമ്മൾ സ്വയം ചിരിക്കലാണ്. അപ്പോൾ കുറച്ച് പേരാണെങ്കിൽ പോലും ഈ ഫേസ് യോഗയെ കുറിച്ചുള്ള ഫീഡ്ബാക്ക് തന്നതിന് നിങ്ങൾ ഓരോരുത്തരോടുള്ള നന്ദിയും സ്നേഹവും ഈ അവസരത്തിൽ ഞാൻ അറിയിക്കുകയാണ്. ഓക്കെ, വീണ്ടും നിങ്ങളോടൊപ്പം ഞാനുണ്ട്. നിങ്ങളുടെ എന്ത് മാനസിക ചിന്ത, ശാരീരിക ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെങ്കിലും നിങ്ങൾ എന്നോട് പറയുക. കൃത്യമായൊരു സൊല്യൂഷൻ, ഒരു വഴി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരും. ഓക്കെ, താങ്ക് യു.